ഗൈസ്, അപ്പോൾ ഓസ്ട്രേലിയൻ മല്ലു ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇങ്ങനെ നമ്മൾ കൊബാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. കൊബാറിൽ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ ബേർഡ്സ് വില്ല് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇന്നലെ കൊബാറിൽ വന്ന് നമ്മൾ ടെൻറ്റ് ഒക്കെ അടിച്ച് സെറ്റാകുന്ന വീഡിയോ കഴിഞ്ഞ് നമ്മുടെ വീഡിയോയിൽ കണ്ടതാണ്. അപ്പം ഇന്ന് ബേർഡ്സ് വില്ല് വരെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അതിന് മുമ്പുള്ള വേറെ ഏതെങ്കിലും ഒരു സ്പോട്ടിലായിരിക്കും നമ്മൾ ഇന്ന് രാത്രിയിൽ ടെൻ്റ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വാച്ച് ആൻഡ് എൻജോയ്. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രിപ്പ് കൊബാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഖനികളാണ്. ഇത് മൊത്തം ഖനിയാണ് കേട്ടോ. ഇതിൻ്റെ പുറകിൽ മുഴുവൻ വലിയ മൈനാണ്. ഒരു മൈൻ ടൗൺ ആണ് ഇത് കൊബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കേട്ടോ, ഇതുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് ഖനികളിൽ ഉണ്ടായിരുന്ന മിഷനറീസ് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഇൻഫർമേഷൻ സെൻറ്റർ, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് കൊബാർ എന്ന് പറഞ്ഞിട്ടുള്ള ടൗണ്. ഇതുണ്ടോ, നല്ലൊരു പബ്ബുണ്ട്. ഇഷ്ടംപോലെ 2-3 പബ്ബുണ്ട്. നമ്മൾ ഇവിടുന്ന് ഒരു കോഫിയൊക്കെ മേടിച്ച് കുറച്ച് പെട്രോളൊക്കെ അടിച്ചിട്ട് വേണം. ഇവിടെ നമുക്ക് ഇനി അടിക്കണോ? അവിടെ നമുക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്തിട്ടേക്കാം, വില കുറവാണല്ലോ. ഓക്കെ. ആയിട്ടില്ല നമ്മുടെ ഡബിൾ ടാങ്ക്. ഗൈസ്, അങ്ങനെ നമ്മൾ ഓസ്ട്രേലിയയുടെ വൈൽഡർനെസ് ഒക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കാട്ടാടുകൾ, അതുപോലെ തന്നെ പന്നി, നല്ല ഒന്നാന്തരം പന്നികൾ ഇഷ്ടംപോലെ നടപ്പുണ്ട്. നമ്മുടെ തോക്കുമൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ അടിപൊളി വെതർ. മെൽബണിൽ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മെൽബണിലാണെന്നുണ്ടെങ്കിൽ ഹെയിൽ സ്റ്റോൺ, അതുപോലെ തന്നെ ഭയങ്കര കാറ്റും മഴയും ഒക്കെയാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ വെതറാണ്. ഇന്ന് ടെമ്പറേച്ചറും വലിയ കുഴപ്പമില്ല. 25 ഡിഗ്രിയാണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ 15 ഡിഗ്രി, പക്ഷേ ഇന്ന് മാക്സിമം 25 ഡിഗ്രിയോ മറ്റാണ്. ഗൈസ്, ഇത് നോക്കതേ, പോകുന്ന വഴി സൈഡിലെല്ലാം എന്ത് ആടാന്ന് നോക്കി. ഇത് മുഴുവൻ കാട്ടാടാ കേട്ടോ. ഇഷ്ടം പോലെ കാട്ടാട്. പക്ഷെ നമുക്ക് പിടിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അതുങ്ങളെല്ലാം കൂടി ഓടിപ്പോവും. അല്ലെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഗൈസൊക്കെ നോക്കിയേ, ആ ദൂരെ ഒരു പൊട്ട് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയത്തില്ല, സൂം ചെയ്യുന്നത്. അതൊരു ട്രക്കാണ്. പക്ഷെ അതങ്ങ് ദൂരെ കാണുമ്പോൾ നമുക്കൊരു പൊട്ട് പോലെ തോന്നത്തുള്ളൂ. ഗൈസ്, ഇതുണ്ടോ, യമുപക്ഷി നിൽക്കുന്നുണ്ട്. യമുപക്ഷി, എന്തോ ഒരു യമുപക്ഷികളാണെന്നറിയാമോ നിൽക്കുന്നത്. ഇഷ്ടം പോലെ യമു ഇങ്ങനെ സൈഡിൽ കൂടെ നടപ്പുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഓസ്ട്രേലിയയുടെ ഒരു പക്ഷിയാണ് യമുപക്ഷി. അവിടെയൊക്കെ നിൽപ്പുണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. ഇത് കേട്ടോ, ഇതുണ്ടോ, യമു നിൽക്കുന്നുണ്ടോ. ഗൈസ്, അങ്ങനെ വണ്ടി ഓടിച്ച് നമ്മൾ ക്യൂൻസ്ലാൻഡിൻ്റെ ബോർഡറിൽ എടുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ക്യൂൻസ്ലാൻഡിൻ്റെ ബോർഡർ ഇവിടെ മുതലാണ്. ഈ കൊച്ചരുവിയാണ് ക്യൂൻസ്ലാൻഡിൻ്റെ ബോർഡർ. ഇത് കേട്ടോ. അപ്പം അവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാർ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം നമ്മളും കേട്ടോ, ഇത് വെൽക്കം ടു ന്യൂ സൗത്ത് വെയിൽസ് ഉണ്ടോ. നമ്മുടെ മനീഷ അങ്ങ് ദൂരെ നിന്ന് വരുന്നു. ഇത് ന്യൂ സൗത്ത് വെയിൽസ്. അതെ, ഇത് ക്യൂൻസ്ലാൻഡ്. ഗൈസ്, ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാണല്ലോ റോഡിൽ മുഴുവൻ വെള്ളം കിടക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതിന് മലയാളത്തിൽ എന്തോ ഒരു പേര് പറയും, മരീചികയെന്നോ അങ്ങനെ എന്തോ ഒരു പേര് പറയും. ഇലൂഷനാണ് ആക്ച്വലി. അവിടെ വെള്ളമൊന്നുമില്ല. പക്ഷെ ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ദൂരത്തിൽ നെടുനീളത്തിൽ റോഡ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നും അവിടെ വെള്ളം കിടക്കുന്നല്ലേ കേട്ടോ. അപ്പം നമ്മൾ
കുന്നമ്മൂല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ കുന്നമ്മൂലയിൽ വന്നിട്ട് നമ്മൾ ഇന്ന് ലഞ്ച് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ബീഫൊക്കെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ചപ്പാത്തി ഉണ്ട്. അപ്പോൾ ചപ്പാത്തിയും കൂടി ഇട്ട് നമ്മൾ ബീഫ് ഒലത്തിയതും ചപ്പാത്തിയും, അതാണ് ഇന്നത്തെ ലഞ്ച്. പിന്നെ സാലഡ് ഉണ്ട്. അതുപോലെ തന്നെ തൊണ്ട നനയ്ക്കാനായിട്ട് വണ്ടി ഓടിക്കുന്നവരല്ല, അല്ലാത്തവർ കുറച്ച് അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുന്നമ്മൂല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ ഈ ഒരു വിശേഷങ്ങൾ. അപ്പോൾ ഇവിടുന്ന് ഇനിയും നമുക്ക് ഇനി ഒരു 5 മണിക്കൂർ കൂടി ഡ്രൈവ് ഉണ്ട് അടുത്ത നമ്മുടെ സ്ഥലത്തേക്ക്. ഏതൊക്കെയാലും ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ. കേസ് നമ്മളപ്പം ക്യുൽപി ഷെയറിലേക്ക് വന്നിരിക്കുകയാണ്. അത് ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട്, ഗീവ് സ്പേസ് ടു റോഡ് ട്രെയിൻസ്, മൂവ് ഓഫ് നാരോ റോഡ്സ്. ഇവിടെ ഈ പറഞ്ഞ റോഡ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, ഒരു 3-4 ട്രെയിലറും ഒക്കെ വലിച്ചുകൊണ്ട് പോകുന്ന വലിയ ട്രക്കുകൾ. ഇതൊരു ശരിക്കും ഒരു ഔട്ട് ബാക്ക്. നമ്മുടെ നാട്ടിൽ ഈ തവള മസിൽ പിടിച്ച് നിൽക്കുന്ന പോലെ ഇവിടെ ഈ പോരുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മളിങ്ങനെ ഓടിച്ചു പോകുമ്പോഴത്തേക്കും റോഡിലെല്ലാം വലിയ ഓന്തുകൾ ഇങ്ങനെ മസിലും പിടിച്ച് ഇങ്ങനെ നേരെ നിൽക്കുന്നുണ്ട്. ഗൈസ്, അങ്ങനെ ഓസ്ട്രേലിയൻ ഔട്ട് ബാക്കിൽ ചെന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം, ഒരു ഓട്ട മത്സരം നടത്തിയാലോ എന്ന്. അങ്ങനെ നമ്മുടെ അനുബേബി, ഷിജു, അതുപോലെ തന്നെ നമ്മുടെ മനീഷ് 3 പേരും കൂടി ഒരു ഓട്ട മത്സരം അങ്ങോട്ട് സംഘടിപ്പിച്ചു. ആ കാണുന്ന ബോർഡിൽ കൈ പിടിച്ചിട്ട് ആദ്യമേ ആര് വരുന്നോ, നമ്മുടെ അനുബേബി ആഞ്ഞോടുന്നുണ്ട്, മനീഷ് ഏറ്റവും പുറകിൽ. പക്ഷേ നമ്മുടെ ആളിൽ ചെറിയവനായ ഷിജു ആദ്യമേ തന്നെ പോയി കൈ തൊട്ട് തിരിച്ചോടുന്ന രംഗമാണ്. അപ്പോൾ നമ്മൾ ഓട്ട മത്സരമൊക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉണ്ട് ഇവിടുന്ന് ഒരു 4 മണിക്കൂർ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്ന സ്ഥലത്ത്. അപ്പം 7:30-8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലും എന്നാണ് ഇപ്പം ഗൂഗിൾ മാപ്പ് പറയുന്നത്. അവിടെ വരെ പോകാൻ പറ്റുമോ, നമ്മളെവിടെ ക്ഷീണിക്കുന്നോ അവിടെ നമ്മൾ ടെൻ്റ് അടിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു രീതി. ഇനിയിപ്പം എന്നാ പറയുന്നത്, നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മളിത് ക്യുൽപി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ക്യുൽപി എയർപോർട്ടാണിത്. ഒരു ചെറിയൊരു ടൗൺഷിപ്പാണ്. ഇവിടെ അത്യാവശ്യം ഫ്യൂല്, അതുപോലെ തന്നെ ഫുഡ് വർക്കിൻ്റെ ഒരു കടയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോവാം. ഗൈസ്, അപ്പോൾ ഇതാണ് ക്യുൽപി. ക്യാറ്റിൽ ടൗൺ. അതാണ്. ഗൈസ്, ഒരു രക്ഷയില്ല. അതെ ഇത് കേട്ടോ, പശു നിൽക്കുന്ന കേട്ടോ വഴിയുടെ നടുക്ക്. ഇതിങ്ങനെ ഒരു ഗ്രിഡാണ്. പശു ഫുഡാന്ന് വിചാരിച്ച് ഓടി വരുക. അത് കാരണം ഇതിനെയൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇതാണോ അതെ, എത്ര പശുക്കളാന്ന് നോക്കി. ഇതൊക്കെ അതായത് അതിന്റെയൊക്കെ ചെവിയില് ടാഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഓടി വരുന്നത്. ഫുഡാന്നോർത്തോണ്ട് ഓടി വരുന്നത്. നമ്മൾക്ക് ഇനി ഒരു 110 കിലോമീറ്ററും കൂടി ഉണ്ട്. വിന്ദൂര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ. വിന്ദാരാന്ന് അങ്ങനെ എങ്ങാണ്ടാണ്. അപ്പോൾ ആ സ്ഥലത്താണ് നമ്മൾ ഇനിയിപ്പം ടെൻ്റ് അടിക്കാൻ പോകുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ വിന്ദൂര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്ന് ഇന്നത്തെ ക്യാമ്പിങ് ഇവിടെയാണ്.
അപ്പോൾ നമ്മളിവിടെ മനീഷ ഇന്ന് എന്നാ നമുക്ക് കഴിക്കാനുള്ളത്? മുട്ടദോശ. ആ ഇവരെ ഒഴിച്ച് മുട്ടയുടെ അളവ് കൂടിപ്പോയി. ഓ ഇവനൊരു ശുദ്ധ ബ്രാഹ്മണനാണല്ലോ. അവന് മീറ്റ് കുക്ക് ചെയ്യാനോ മുട്ട വറക്കാനോ ഒന്നും അറിയാൻ പാടില്ല. പിന്നെ നമുക്ക് വേണ്ടി ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ആ അതാണ്. എന്ത് ബാല്യക്കാരനോ? ബ്രാഹ്മണനെ നമ്മള് കുച്ചിക്കാരനായിട്ട് ഹൗ എന്താ നോക്ക്, മുട്ട അങ്ങോട്ട് മറിക്കുക. അനു, ഇന്നത്തെ നമ്മുടെ ഡ്രൈവിങ് എങ്ങനെ ഉണ്ടായിരുന്നു? 1000 കിലോമീറ്ററിന് അടുത്ത് നമ്മൾ വണ്ടി ഓടിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഷൂട്ടറിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബ്രാഹ്മണന്റെ ഫ്ലിപ്പിംഗ് ഗൈസ്, അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയൊക്കെയാണ്. ഇനിയിപ്പോൾ നാളെ നമ്മൾ ഇവിടുന്ന് രാവിലെ പോവും. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് നാളെ നമ്മൾ ബേർഡ്സ്വിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തും. നമ്മൾ ബിഗ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു സാൻഡ് ഡ്യൂൺസ് ഉണ്ട്. അപ്പോൾ അവിടെ പോവുക. അവിടെയുള്ള കുന്തളിപ്പ്. ഇതൊക്കെയാണ് നാളത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതൊക്കെയാണ് ഓസ്ട്രേലിയയിലെ ഔട്ട് ബാക്ക്. അപ്പം ഓസ്ട്രേലിയയിലുള്ളവരൊക്കെ ഇതൊക്കെ എൻജോയ് ചെയ്യുക. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. കുരുത്തക്കട്ടവ കൂരാപ്പള്ളി.